السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا وحبيبنا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ചു പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും സമ്പാദിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പുതിയ ഒരു വർഷത്തെ റമദാനിൽ കൂടി സമ്മേളിക്കാനും അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ച ജുമാ നമസ്കാരത്തിനു ശേഷം വീണ്ടും അവൻ്റെ റഹ്മത്തുകളുള്ള, അവൻ്റെ കാരുണ്യങ്ങളുള്ള, അവൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ചുറ്റുഭാഗവും വലയം ചെയ്ത് കാവൽ തീർത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം സന്തോഷിക്കാൻ മറ്റൊരു സന്ദർഭമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുമിച്ച് കൂടുന്നവരെക്കുറിച്ച് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞവ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. പലതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. നമ്മുടെ പൊന്നുമക്കളെക്കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പമാരെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരെക്കുറിച്ച് നാം ഒരു വെള്ളിയാഴ്ച മുഴുവൻ ഓർത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടുകാരികളായ, നമ്മുടെ ജീവിതത്തിന് ഊർജവും ഉന്മേഷവും നൽകേണ്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രിയതമകളെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പറഞ്ഞതെല്ലാം ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് എൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളോ വിചാരങ്ങളോ, സത്യസന്ധമായ വികാരങ്ങളോ ആണ്. കലർത്തലുകളില്ലാത്ത, കൃത്രിമങ്ങളില്ലാത്ത എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും അഗാധതയുടെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളുടെ മനസ്സുകളുടെ അഗാധതയിലേക്ക് എത്തണമെന്ന പൂതിയോടെ, ആഗ്രഹത്തോടെ അള്ളാഹുവിൻ്റെ കിതാബും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്നത്തും അതാണല്ലോ
നാം ഈ സംസാരങ്ങളിലൊക്കെ പറഞ്ഞത്. സ്വാഭാവികമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർക്ക് ആക്ഷേപമുണ്ടായി. മക്കളെക്കുറിച്ച് പറഞ്ഞു, ഉപ്പമാരെക്കുറിച്ചും ഉമ്മമാരെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കുറിച്ച് പറയാത്തത് എന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിഭവമാണ്. ആ പരിഭവത്തിനും എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എൻ്റെ മനസ്സിലെ സത്യസന്ധമായ വികാരങ്ങൾ മാത്രമേ എനിക്ക് പുറത്ത് കാണിക്കാനാവൂ. ഒരു പുരുഷനെന്ന നിലക്ക് സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ എനിക്കറിയാം. ഒരു ഉപ്പ എന്ന നിലക്ക് എൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം എന്ന് സത്യസന്ധമായി ആഗ്രഹിച്ച് പറയാൻ എനിക്കറിയാം. ഒരു മകനെന്ന നിലക്ക് എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ എനിക്കറിയാം. ഒരു പിതാവെന്ന നിലക്ക് ഒരു പിതാവും മാതാവും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കടമകളെക്കുറിച്ച് പറയാൻ എനിക്കറിയാം. ഞാനൊരു സ്ത്രീയല്ലല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ക്വാളിറ്റീസ് എന്ത് എന്ന് പറയാൻ വൈകാരികമായി ഞാൻ അശക്തനാണ്. അത് എൻ്റെ സഹോദരിമാർ പ്രത്യേകം ഉൾക്കൊള്ളണം എന്ന പ്രത്യേകമായ മുഖവുരയോടുകൂടിയാണ് ഈ കാര്യം പറയുന്നത്. എന്നാൽ പിന്നെ എനിക്കെന്താണ് പറയാനുള്ളത്? എന്നാൽ ഈ പറഞ്ഞ എൻ്റെ സ്വന്തം വികാരങ്ങളെക്കാളും വിചാരങ്ങളെക്കാളുമൊക്കെ എനിക്ക് പറയാൻ അമൂല്യമായ ഒന്നുണ്ട്. അതെന്താണെന്നോ, എൻ്റെ ഹബീബായ, എൻ്റെ കണ്ണിലുണ്ണിയായ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ, എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. അദ്ദേഹം ഒരാണായിരുന്നു. അദ്ദേഹം ഒരു സ്ത്രീയായിരുന്നില്ല. ഇസ്ലാമിൽ സ്ത്രീകൾ പ്രവാചകന്മാരായി വന്നിട്ടില്ല. പ്രവാചകന്മാരാകാൻ സ്ത്രീകളെ പറ്റില്ല എന്നത് സ്ത്രീകളുടെ പ്രകൃതത്തിൻ്റെ ഭാഗമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. എൻ്റെ നേതാവ് ഒരു പുരുഷനായിരുന്നു. എൻ്റെ നേതാവിൻ്റെ പ്രത്യേകത, ആ നേതാവ് കൈവെക്കാത്ത, കാലുവെക്കാത്ത, ആ നേതാവ് പരാമർശിക്കാത്ത, ആ നേതാവ് തൊട്ടു നോക്കാത്ത ഒന്നും, ഒരു സംഭവവും ലോകത്തില്ല. ഒന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എൻ്റെ നേതാവ് തൊട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ സ്പന്ദനങ്ങളുണ്ട്. അവിടെയൊക്കെ എൻ്റെ നേതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു പുരുഷനെന്ന നിലക്കുള്ള പച്ചയായ വികാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ നേതാവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനിപ്പോൾ പറയുന്നത് ഒരു പുരുഷനായ എന്നെക്കുറിച്ചല്ല, പുരുഷന്മാരായ നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ചല്ല, മറിച്ച് പുരുഷനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ഒരു മനുഷ്യൻ എന്ന നിലക്ക്, കുടുംബജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലക്ക്, കുടുംബജീവിതവുമായി അദ്ദേഹം എങ്ങനെ ബന്ധപ്പെട്ടു, ഒരു പുരുഷൻ എങ്ങനെ ഒരു കുടുംബമായി ജീവിക്കണം, ഒരു പുരുഷൻ്റെ റോൾ എന്താണ് ജീവിതത്തിൽ, ജീവിതം സൗഭാഗ്യമാക്കാൻ, സമ്പന്നമാക്കാൻ, ഭാഗ്യമുള്ളതാക്കാൻ, വീടും പരിസരവും സമാധാനമുള്ളതാക്കാൻ, ജീവിതത്തിൽ സന്തോഷമുള്ളതാക്കാൻ ഒരു പുരുഷൻ എന്ന നിലക്ക് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. സഹോദരന്മാരെ, പുരുഷന്മാരെ, നമ്മളൊക്കെ അങ്ങനെ ആകേണ്ടവരാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിയുടെ സമ്പൂർണത ഉള്ള ആളായിരുന്നു. ഒരു ന്യൂനത പോലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല. നമ്മളൊക്കെ അങ്ങനെയല്ലല്ലോ. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ബുദ്ധിക്കൊരു കുറവുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പൂർണമായ ബുദ്ധിയുടെ ഉടമയായിരുന്നു. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഉത്തമ ഗുണങ്ങളുടെയും പൂർണ്ണരൂപമായിരുന്നു. ഉത്തമ ഗുണങ്ങളുടെ പൂർണ്ണരൂപം. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് ദോഷങ്ങളുണ്ടല്ലേ. എനിക്കറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റേതായുണ്ട്. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഇണക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് ദോഷം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കാൻ ചെന്നത് ആരുടെ അടുത്താണെന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ സ്വന്തം
പ്രാണപ്രേയസിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തല്ലേ ചെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വല്ലതും പറയാനുണ്ടോ? എങ്ങനെയായിരുന്നു നേതാവിൻ്റെ ജീവിതമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്? ആലോചിച്ച് നോക്കൂ. അദ്ദേഹം എന്തെങ്കിലും ഒരു ദുസ്വഭാവം അദ്ദേഹത്തിൻ്റെതായി പറയാൻ ആയിഷ ബീവിക്കുണ്ടായില്ല. ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ്, ഒരു ശരിയല്ല എന്ന് തോന്നാവുന്ന ഒരു കാര്യം പറയാനുണ്ടായില്ല. ഒറ്റ വാചകം, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആലോചിച്ച് നോക്കൂ. ആരാ പറയുന്നത്? സാധിക്കുമോ നമുക്കത് പറയിപ്പിക്കാൻ? നമ്മുടെ കുടുംബം, എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. എൻ്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം നല്ല ഗുണങ്ങളുടെ ഉടമയാകുന്നു എന്ന് പറയാൻ സാധിപ്പിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്? പ്രയാസല്ലേ? അല്ലേ? സത്യമല്ലേ? നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു സത്യമാണത്. മാറാൻ നമുക്ക് സാധിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സമ്പൂർണമായ മുഴുവൻ മര്യാദകളുടെയും അദബുകളുടെയും മാനേഴ്സുകളുടെയും ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെയ്യേണ്ട കാര്യമല്ല ചെയ്തത്, അവിടെ അങ്ങനെയായിരുന്നില്ല ഇരിക്കേണ്ടത്, അവിടെ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്ന് പറയാൻ ഒരൊറ്റ ജീവിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ നയിച്ചതും കുടുംബത്തെ നയിച്ചതും രാഷ്ട്രത്തെ നയിച്ചതുമൊക്കെ സമ്പൂർണമായ രൂപത്തിലായിരുന്നു. ഒരു കുറവ്, കുടുംബത്തെ നയിക്കേണ്ടത് അങ്ങനെയായിരുന്നില്ലെന്ന് പറയാൻ, സമൂഹത്തെ നയിക്കേണ്ടത് അങ്ങനെയായിരുന്നില്ലെന്ന് പറയാൻ, അദ്ദേഹം എടുത്ത ഇന്ന തീരുമാനത്തിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല, ആർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. കാരണം അദ്ദേഹം സമ്പൂർണനായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. തീർച്ചയായും ഉത്തമമായ മാതൃകയുണ്ട്. ആരാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിനെ കാണണമെന്ന് പൂതിയുള്ള, ആഗ്രഹമുള്ള, യൗമുൽ ആഖിറത്ത് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, ആ യൗമുൽ ആഖിറത്തിന് സാക്ഷിയാവേണ്ടി വരുമെന്ന് കരുതുന്ന, വദക്കറല്ലാഹ കസീറാ, ആ അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തമമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലോ, റസൂലിനെ ഈ വിഷയത്തിൽ അനുകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഇന്ന വിഷയത്തിൽ റസൂലിനെ തുടരാൻ എനിക്ക് സാധിക്കുന്നില്ല, അല്ലേ? നമുക്കങ്ങനെ തോന്നാറുണ്ട്, അല്ലേ? എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഇണയുമായുള്ള ബന്ധത്തിൽ, മക്കളുമായുള്ള പെരുമാറ്റത്തിൽ, അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത്, കച്ചവടത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് എൻ്റെ റസൂലിനെ പിന്തുടരാൻ സാധിക്കുന്നില്ല. എവിടെ കാരണം? എന്താ കാരണം? അള്ളാഹു ഇവിടെ മറുപടി പറഞ്ഞു, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. 3 ക്വാളിറ്റീസ് ഉള്ളവന് മാത്രമേ അള്ളാഹു ആ തൗഫീഖ് നൽകൂ എന്നർത്ഥം. 3 ക്വാളിറ്റീസ് വേണം. ലിമൻ കാന യർജുല്ലാഹ, അള്ളാഹിനെ കാണാനുള്ള പൂതി മനസ്സിൽ വല്ലാതെ ഉണ്ടാകണം. ഉണ്ടോ? അള്ളാഹുവിനെ കാണാനുള്ള പൂതി, ശക്തമായി പൂതി ഉണ്ടാകണം അള്ളാഹിനെ കാണാൻ. അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നില്ലേ? അല്ലേ? വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. വെട്ടിത്തിളങ്ങുന്ന മുഖത്തിന്റെ ഉടമയായി പടച്ച റബ്ബിലേക്ക് നോക്കാൻ സൗഭാഗ്യം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. വല്ലാത്ത അവസരമാണത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വൽ യൗമൽ ആഖിർ, യൗമുൽ ആഖിറത്തിനെ ആഗ്രഹിക്കണം. എന്താ യൗമുൽ ആഖിറത്തിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ എന്താ. നമ്മുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറയുന്നതായി നമ്മെ പഠിപ്പിച്ച ഒരു വചനത്തിൽ കാണാം. റമളാനിൻ്റെ അവസാനം അള്ളാഹു തആല സ്വർഗത്തോട് തയ്യാറെടുക്കാൻ പറയുകയാണ്. അള്ളാഹുവിൻ്റെ വാക്കാണ്, തസയ്യനി ലിഇബാദി, സ്വർഗമേ എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങുക. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയോ? എന്താ? അവരിതാ ദുനിയാവിൻ്റെ ക്ഷീണത്തിൽ നിന്ന് എൻ്റെ വലിയ സൽക്കാരമാകുന്ന വിശ്രമത്തിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു. സത്യവിശ്വാസി അതായിരിക്കണം. ദുനിയാവ് സത്യവിശ്വാസിക്ക് ക്ഷീണമാണ്,
ബുദ്ധിമുട്ടാണ്. സൗകര്യങ്ങളൊക്കെ കുറയും, ഞെരുക്കമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷെ അറിയണം, അവിടെ നമുക്കെന്താണ്? വിശ്രമമാണ്, സുഖമാണ്, സൗകര്യമാണ്. അള്ളാഹു ആ സുഖം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വദക്കറല്ലാഹ കസീറാ, അള്ളാഹിനെ ഓർക്കണം. സഹോദരന്മാരെ, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു നിമിഷം നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു നിമിഷം ജീവിതത്തിൽ അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ സമയം അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്ന് പോയല്ലോ എന്ന് പറയാവുന്ന ഒരു നിമിഷം സത്യവിശ്വാസിക്ക് ഇല്ലാതായാൽ രക്ഷപ്പെട്ടു. ഈ 3 ക്വാളിറ്റി ഉണ്ടെങ്കിലുണ്ടല്ലോ, അള്ളാഹു തആല അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തും. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 3 ക്വാളിറ്റീസ് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെന്ത് സുഖം ഉണ്ടാവും എന്നറിയും. ആശ്വാസം, സമാധാനം, ഭയങ്കര സുഖം. അള്ളാഹു നമുക്ക് നന്മകൾ ഇങ്ങനെ തോന്നിപ്പിക്കും. നമ്മളറിയില്ല, അറിയാതെ അള്ളാഹു തോന്നിപ്പിക്കും. അത് അള്ളാഹു സത്യവിശ്വാസികളായ ആളുകൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്, വല്ലാത്ത അനുഗ്രഹം. അതുകൊണ്ട് സഹോദരന്മാരെ, അതിനു വേണ്ടി ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ എന്തിന് ഞാൻ ഇത്തിബാഅ് ചെയ്യണം, പിൻപറ്റണം, അനുകരിക്കണം, ഇമിറ്റേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആ എന്തിനെന്നൊന്നും ചോദിക്കാൻ നമുക്ക് അവകാശമല്ല കൂട്ടരെ. നമ്മൾ ആഗ്രഹിക്കണം, അതിനാഗ്രഹിക്കണം, വല്ലാതെ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാലും കിട്ടൂല, അള്ളാഹുവിൻ്റെ തൗഫീഖാണത്. നമ്മൾ തൗബയെക്കുറിച്ച് പറഞ്ഞില്ലേ, തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗഫീഖാണ്. തൗഫീഖാണ് തൗബ. ഇതൊരു തൗഫീഖാണല്ലോ. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം പിരിഞ്ഞു പോയി സുഖമായി നമ്മുടെ റൂമിലിരുന്ന് TV കാണാം, അല്ലേ, കാർഡ്സ് കളിക്കാം, ക്യാരംസ് കളിക്കാം, സൊറ പറഞ്ഞ് സമയം കളയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹിൻ്റെ തൗഫീഖ് നോക്കൂ. അള്ളാഹുവിൻ്റെ മലക്കുകൾ കാവൽ നിൽക്കുന്ന, അള്ളാഹുവിൻ്റെ മലക്കുകൾ പടച്ച റബ്ബേ, ഈ ദിക്റിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ റബ്ബിനോട് അപേക്ഷിക്കുന്ന ഒരു സദസ്സിൻ്റെ ഉടമകളാവാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അന്തസ്സ് വേണം, അഭിമാനം വേണം, അള്ളാഹിനെ സ്തുതിക്കണം. അതൊരഭിമാനമായി തോന്നണം. ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ എന്ന അപകർഷതാബോധമല്ല. അയ്യേ, എനിക്ക് താടി വെക്കേണ്ടി വന്നല്ലോ എന്നത് അപകർഷതാബോധമല്ല. അയ്യേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് എൻ്റെ പാൻറ്റും എൻ്റെ കന്തൂറയും എൻ്റെ തുണിയുമൊക്കെ ആ നെരിയാണിയുടെ മുകളിലേക്ക് ആക്കേണ്ടി വന്നല്ലോ എന്നത് അപകർഷതാബോധമല്ല. അന്തസ്സാകണം, അന്തസ്സ് വേണം, അഭിമാനം വേണം. അതാണ് വിശ്വാസം. ആ അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഒരു സ്ഥലത്തും അപമാനിക്കൂല. ബേജാറേ വേണ്ട, ഒരു സ്ഥലത്തും അള്ളാഹു അപമാനിക്കൂല. എവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോട് നമുക്ക് അപകർഷതാബോധം തോന്നിയോ, ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളോട് നമുക്ക് വെറുപ്പ് തോന്നിയോ, അവിടെയൊക്കെ പടച്ച റബ്ബ് നമ്മളെ പിടിച്ചു കെട്ടും. ഇപ്പൊ മുസ്ലിമും സമ്പൂർണ്ണ മുസ്ലിം ആകണം. കാനേശുമാരി മുസ്ലിം അല്ല, ഒരു പാർട്ട് മുസ്ലിം അല്ല, ഫുൾ മുസ്ലിം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫതൻ, സമ്പൂർണ്ണമായ ഇസ്ലാം. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ അറിയുക, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ സന്തോഷ വാർത്ത നോക്കൂ. ഇല്ലാ മൻ അബാ, വിസമ്മതം പ്രകടിപ്പിച്ചവരൊഴികെ. എന്താ വിസമ്മതം? സഹാബികൾക്ക് അത്ഭുതമായി. സഹാബികൾ ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാൻ മാത്രം വിസമ്മതം ആരാണ് പ്രകടിപ്പിക്കുക? ആരെങ്കിലും പ്രകടിപ്പിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. എന്നെ ആർ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, എന്നെ ആർ ധിക്കരിച്ചുവോ അവനാണ് വിസമ്മതം പ്രകടിപ്പിച്ചവൻ. മനസ്സിലായി വിസമ്മതം എന്താ? റസൂലുള്ളാഹിന്റെ സുന്നത്തിനോടൊരു തിരിഞ്ഞു നിൽക്കൽ. അവൻ സ്വർഗത്തിലേക്ക് പോകില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗം നമുക്ക് അങ്ങനെയാകണം. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അവിടെയാണ് നാം വിജയിക്കുക. സൂറത്ത് ആൽ ഇംറാനിൽ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു നബിയോട് പറയിപ്പിക്കുകയാണ്, നബി തങ്ങളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ?
അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതി നമ്മൾ കണ്ടില്ലേ? അള്ളാഹുവിന് വദൂദ് എന്നൊരു പേരുണ്ട് അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ. എന്താ വദൂദ് എന്ന് പറഞ്ഞാൽ? വുദ്ദിൽ നിന്നുണ്ടായത്. വുദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വുദ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയുള്ളൂ. അറബി ഭാഷയിൽ സ്നേഹം എന്ന വികാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപമാണെന്ത്? വുദ്. എന്താ മലയാളത്തിൽ പറയാന്നുള്ളാഹു ഒരുപാട് പദമുണ്ട് സ്നേഹത്തിന്. അതിൻ്റെ ഏറ്റവും ഉന്നതമാണ് ആ സ്നേഹം മുറ്റി നിൽക്കുന്ന, ആ സ്നേഹം തൻ്റെ അടിമകൾക്ക് നൽകുന്ന, ആ അടിമകൾ തന്നെ വഴിപ്പെട്ടവരല്ലെങ്കിൽ പോലും സ്നേഹം നൽകുന്ന മഹാനായ റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാവിലൂടെ പറയിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഇത്തിബാ ചെയ്തോ, എന്നെ പിൻപറ്റിക്കോ. എന്നാലോ യുഹിബ്ബുകുമുല്ലാഹ്, ഒന്ന് അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അല്ലേ? ആരൊക്കെ ഇഷ്ടപ്പെടാനാണ് നമ്മൾ കൊതിക്കണേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലേ? എൻ്റെ ബോസ്, എൻ്റെ മാനേജർ, എൻ്റെ ഇമ്മീഡിയറ്റ് ബോസ്, അല്ലേ? ആരൊക്കെ ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട എന്ത് രസമായിരിക്കും, അല്ലേ? ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ എന്ത് രസമായിരിക്കും, അല്ലേ? എന്നാ കേട്ടോ, അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റിയാൽ അള്ളാഹുവിൻ്റെ ഹബ്ബ് കിട്ടും, ഇഷ്ടം കിട്ടും. അത് മാത്ര അല്ല, അള്ളാഹിൻ്റെ ഹബ്ബ് കിട്ടിയാൽ തന്നെ ഒക്കെ തീർന്നു. കാരണം എന്താ? ഉപ്പാൻ്റെ സ്നേഹം കിട്ടിയാൽ നമുക്കറിയാലോ, എന്ത് ഉപ്പാനോട് പറഞ്ഞാലും, ചെറുപ്പത്തിൽ അങ്ങനെയല്ലേനോ? ഉപ്പാൻ്റെ സ്നേഹം കിട്ടിയാൽ ഉപ്പാനോട് എന്ത് പറഞ്ഞാലും ഉപ്പ കേൾക്കും, അല്ലേ? അള്ളാഹിൻ്റെ സ്നേഹം കിട്ടിയാലോ ഒരു സംശയവും വേണ്ട. ഉപ്പനേക്കാൾ സ്നേഹമുള്ളവനാണ് ആര്? അള്ളാഹു. അപ്പൊ എന്ത് കിട്ടും? നമ്മൾ എന്ത് പറഞ്ഞാലും അള്ളാഹു. സുബ്ഹാനല്ലാഹ്. പോരെ? ഇത് പോരെ? നമ്മൾ എന്തിനാ സഹോദരന്മാരെ നിരാശരാണ്? മുഅ്മിനീങ്ങൾക്ക് എന്ത് നിരാശ? വല്ല നിരാശയുമാണോ? അതല്ലേ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നമുക്കിതൊക്കെ മനസ്സിലാവോ? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവരുതേ. മുഅ്മിന് നിരാശനാകാൻ പാടുണ്ടോ? മുഅ്മിനിന് ആത്മഹത്യ ഉണ്ടോ? ഇല്ലല്ലോ. എന്തേ ഇല്ലാത്തത്? മുഅ്മിനിന് നിരാശയല്ലേ? ഇല്ല. ആശ ഉണ്ടോ? ഉണ്ട്. ആശ വെക്കാം, ആഗ്രഹിക്കാം, ഒരു കുഴപ്പമില്ല. ആശിക്കാനേ പാടുള്ളൂ. എന്ത് പാടില്ല? നിരാശ വരാൻ പാടില്ല. നിരാശ മുഅ്മിനിനില്ല. മുഅ്മിന് നിരാശപ്പെടണ്ട. കാരണം എന്താ? അല്ലാഹു തആല മുഅ്മിനിന് വിധിച്ചത് സംഭവിക്കും. നിരാശപ്പെട്ടാലോ വിധി വഴിമാറുമോ? വിധി വഴിമാറൂല. അതുകൊണ്ട് മുഅ്മിന് മനസ്സിലാക്കണം, യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടും. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിയാൽ ഉപ്പാൻ്റെ ഇഷ്ടം കിട്ടിയതിനേക്കാൾ ഗംഭീരമാണ്. അള്ളാഹുവിനെ നമുക്ക് ഉപമ പറഞ്ഞൂടല്ലോ, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. അള്ളാഹുവിനെ നമുക്ക് ഉപമ പറഞ്ഞൂടാ. അപ്പോഴോ ഇഷ്ടം, അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിയാൽ നമുക്കൊക്കെ കിട്ടും. പിന്നെയോ തീർന്നില്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. യഗ്ഫിർ, ഗഫാർ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പുറത്തു തരിക എന്നൊന്നും പറഞ്ഞാൽ എന്തല്ല, അതിൻ്റെ പരിഭാഷയല്ല കൂട്ടരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, യഗ്ഫിർ ലക്കും എന്നുള്ള പദത്തിൻ്റെ പരിഭാഷ എന്താ? അവൻ നിങ്ങൾക്ക് പുറത്തു തരും. അതാണോ? നിങ്ങൾ മനസ്സിലാക്കിയില്ലേ എന്താ മഗ്ഫിറത്ത്? മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? മറയാണ്, പടച്ചോൻ്റെ മറ. ഞാൻ ഇവിടെ ചെയ്തത് ഇനി കാണൂല, നിങ്ങളാരും കാണൂല. അതല്ലേ മഗ്ഫിറത്ത്. അങ്ങനെ അള്ളാഹു എപ്പോൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്താൽ. അതുകൊണ്ട് സഹോദരന്മാരെ, മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരു പുരുഷൻ എന്ന നിലക്ക് തൻ്റെ കുടുംബ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചു കാണിച്ചു തന്ന ഒരുപാട് സംഭവങ്ങൾ, ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, അത് അപ്പടി ഇത്തിബാ ചെയ്യാൻ, പിൻപറ്റാൻ ചങ്കൂറ്റമുള്ള മുസ്ലിമിന് സാധിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാ. അത് പറ്റൂല, ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല, എൻ്റെ കുടുംബത്തോട് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, എൻ്റെ ഭാര്യയോട് ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയാൻ മുസ്ലിമിന് അവകാശമില്ല എന്നർത്ഥം. ശരി, എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി ജീവിതത്തിൽ ചെയ്തത് എന്താണെന്നറിയോ? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇണകളെ കഠിനമായി സ്നേഹിച്ചു. സ്നേഹം അതൊരു വല്ലാത്ത വിഷയമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിഷയമാണ്. ഹുബ്ബ് എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയുന്നത്. വലിയ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്ന ഒരു ഖുത്ബ തന്നെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലേ? പറഞ്ഞിട്ടുണ്ട്. സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചു. സ്നേഹമാണ് പ്രധാനം. ഒരു മനുഷ്യൻ്റെ ഹൃദയം നമുക്ക് വിലക്ക് വാങ്ങാൻ കഴിയുമോ? ഇല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിലക്ക് വാങ്ങുന്നതിനേക്കാൾ
എൻ്റേതായി മാറും ആ ഹൃദയം. എപ്പോൾ? ഞാനതിനെ സ്നേഹിച്ചാൽ. ഒരു പൈസയും കൊടുക്കണ്ട, ഒരു പൈസയും കൊടുക്കണ്ട. ഞാൻ സ്നേഹിച്ചു, എൻ്റെ സ്നേഹത്തിൻ്റെ എഫെക്ഷൻ അവൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, അവൻ അനുഭവപ്പെട്ടാൽ, എൻ്റെ സ്നേഹം ഒരു തെളിനീരായി അവനോ അവൾക്കോ അനുഭവപ്പെട്ടാൽ, അവൾ എൻ്റെ അടിമയാവുകയാണ്, അവൻ എൻ്റെ അടിമയാകുകയാണ്. അതല്ലേ പറഞ്ഞു കൊടുത്ത് വരുന്നത്. സ്കൂൾക്ക് പോയ മക്കൾ കണ്ടില്ല നിങ്ങൾ? എവിടേക്കാണ് പോണത്? പിന്നെ എന്തേ? ഉപ്പയും ഉമ്മയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സ്കൂളിൽ അയച്ച മക്കൾ പോണത് എങ്ങട്ടാ? വേറൊരു സ്ഥലത്തേക്കാണ്. എങ്ങനെ പോയി? സ്നേഹമാണ് അതിൻ്റെ പിന്നിൽ. സ്നേഹത്തിന് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ വികാരമാണെന്ത്? സ്നേഹം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സ്ത്രീ പുരുഷന്മാരോട് പറഞ്ഞു, സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചതിലെ അത്ഭുത പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് അത് മാത്രം മതി. വജഅല ബൈനകും മവദ്ദ. അവിടെ ഹുബ്ബ് എന്നല്ല പറഞ്ഞ്, മവദ്ദത്ത് എന്നാ പറഞ്ഞ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വുദ് എന്നതാണ് മവദ്ദത്ത്. വുദ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമമായ ഭാവമാണ്. അപ്പോൾ സ്നേഹത്തെക്കാൾ ഉന്നതമായ ഒരു വികാരമുണ്ട്, വുദ് എന്ന വികാരം. ആ വികാരമാണ് സ്ത്രീ പുരുഷ മനസ്സുകളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹ് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞതാണ്. അപ്പോൾ അതിങ്ങനെ വളർന്നാൽ എന്താവും? ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അടിമയാക്കാൻ പറ്റും. ഇതാണ് കുടുംബജീവിതത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അഹബ്ബുന്നാസി ഇലൈക്. എന്താ ചോദ്യം എന്ന് പറയും? ഒരു സഹാബി റസൂലിനോട് ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ഖാല, നബിയുടെ മറുപടി, ആയിഷ. യസല, ആയിഷ. ആരാ ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ, നമ്മുടെ ഉമ്മ ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കഴിയുമോ നമുക്ക് പറയാൻ? കഴിയുമോ? ഒരൊറ്റ പുരുഷനുണ്ടോ ധൈര്യപൂർവ്വം പറയാൻ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ, എനിക്ക് പടച്ച റബ്ബിൻ്റെ പേര് കൊണ്ട് വിസ്മി ചൊല്ലി എനിക്ക് നിക്കാഹ് ചെയ്തു തന്ന, എനിക്ക് ഉടമയാക്കി തന്ന എൻ്റെ ഇണയാണെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മനുഷ്യനുണ്ടോ? മാറണം എന്നർത്ഥം. നമ്മൾ മാറണം. ആയിഷയാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. അതുകൊണ്ട് നമുക്കാരാകണം? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പറയാൻ കഴിയണം, അള്ളാഹും റസൂലും കഴിഞ്ഞാൽ അത് നിർത്തി വെക്കണേ, അതിൽ പെടൂല. മനസ്സിലല്ലേ? അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയാണെന്ന്, അവളെയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഖാല മിനർ റിജാൽ. ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് റസൂലേ നിങ്ങൾക്കിഷ്ടം? ഖാല അബൂഹ. അവളുടെ ഉപ്പയെയാണ് ഇഷ്ടം. അത് ഭാര്യാപിതാവായതുകൊണ്ടുള്ള ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ ഇഷ്ടത്തിൻ്റെ കാരണം എന്താണ്? മനസ്സിലായില്ലേ? അബൂഹ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നത്? പിന്നെ ഉറപ്പാണ്, ഒരു സംശയവുമില്ല. കാരണം ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്നു അബൂബക്കർ സിദ്ദീഖ്. ആലോചിച്ച് നോക്കൂ, സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് പോലും എന്തിനാന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവളുടെ ഉപ്പയെയാണ്. തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. നോക്കൂ നിങ്ങൾ, വല്ലാത്ത സംഭവമല്ലേ അത്? ഇനി കേൾക്കണം നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പറയാറുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു സ്വകാര്യ ജീവിതത്തിൽ. ആ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്താ പ്രാർത്ഥന? അൽഹംദുലില്ലാഹ് അല്ലദീ റസഖനി ഹുബ്ബ ആയിഷ. അൽഹംദുലില്ലാഹ് അല്ലദീ റസഖനി ഹുബ്ബ ആയിഷ. ആയിഷയെ സ്നേഹിക്കാൻ എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവേ നിനക്കാണ് സ്തുതി. നമ്മൾ പറയുമോ അങ്ങനെ? നമ്മളെ മനസ്സ് അതിലേക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കൂ. നമുക്ക് വേറെ ആരോടൊക്കെയല്ലേ സ്നേഹം? പാടുണ്ടോ നമുക്കത്? പാടില്ല. നമുക്ക് പറയാൻ കഴിയണം അൽഹംദുലില്ലാഹ് അല്ലസീ റസഖനി ഹുബ്ബ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. ഒരു പ്രശ്നവും പിന്നെ എന്തൊരു സുഖമായിരിക്കുന്നവരോ ജീവിതം, വല്ലാത്ത സുഖമായിരിക്കും. അതല്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം ഇണകളുണ്ടായിരുന്നുവല്ലോ. അതിന് കാരണവും ചരിത്രവുമുണ്ട്. അത് നമുക്ക് വേറൊരു സമയത്ത് വേണമെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഇരിക്കട്ടെ. ആയിഷയോടാകുന്ന സ്നേഹം എന്നത് നാട്ടിലൊക്കെ പരന്നു അല്ലേ? സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാകുക? മറ്റ് ഇണകൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും.
പ്രയാസം ഉണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്നേഹമെന്നത് റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ മനസ്സിൽ സന്നിവേശിപ്പിച്ച ഒരു വികാരമാണ്. ആർക്കും അതിനെ തടുത്തു നിർത്താനോ പാർട്ട് ചെയ്യാനോ മുറിച്ചു കളയാനോ ചെറുതാക്കാനോ ഒന്നും കഴിയില്ല. അതൊരു മനസ്സിന്റെ വികാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോ നബിയുടെ ഇണകൾ മുഴുവൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു. ആരാ ഫാത്തിമ? ഫാത്തിമ ഖിത്അതു ഖബ്ദി. അത് നമ്മൾ മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ എൻ്റെ കരളിൻ്റെ കഷ്ണം. ആരുടെ? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കരളിൻ്റെ കഷ്ണം ഫാത്തിമ. ഫാത്തിമ പറഞ്ഞാൽ വല്ലത് ഒഴിവാക്കോ? എൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിളിക്കാറുള്ള ഫാത്തിമ മോള് പറഞ്ഞാൽ ഒഴിവാക്കൂ അള്ളാഹുവിൻ്റെ റസൂല്? എല്ലാവരും കൂടി ഫാത്തിമൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ലൗ കല്ലംതി അബീകി ഫി ബിൻതി അബീ ഖുഹാഫ. അബൂ ഖുഹാഫയുടെ മകളുടെ വിഷയം, അബൂ ഖുഹാഫയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഫാത്തിമ നീ ഒന്ന് ഉപ്പയോട് സംസാരിക്കണം, നീ ഒന്ന് ഉപ്പനോടൊന്ന് പറയണം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണല്ലോ, ശരിയില്ലല്ലോ അല്ലേ? അങ്ങനെ നമുക്കും തോന്നും, എന്താ ഇപ്പോൾ റസൂൽ ആയിഷനെ മാത്രം അങ്ങനെ സ്നേഹിക്കാൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്നേഹം എന്നത് മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. എനിക്കോ നിങ്ങൾക്കോ കയ്യോ കത്തിയോ തോക്കോ വെടിയോ എടുത്ത് സ്നേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. കുറേ രക്ഷിതാക്കളുടെ ധാരണ അതാ. അതുകൊണ്ടാണ് മജിസ്ട്രേറ്റിൻ്റെ കോടതിയിൽ വെച്ച് മജിസ്ട്രേറ്റിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ പല രക്ഷിതാക്കളും കണ്ണും തുടച്ചാൽ പോരാറുള്ളത്. അത് സ്നേഹമെന്ന വികാരത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പാണ് പണിയെടുക്കേണ്ടതെന്ന് അർത്ഥം. സ്നേഹം തനിക്ക് അനുകൂലമാകാൻ പണിയെടുക്കേണ്ടത് അതിൻ്റെ മുമ്പാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലിനെ ആരും കുറ്റപ്പെടുത്തണ്ട. ഫാത്തിമ റളിയല്ലാഹു അൻഹ തൻ്റെ ഉപ്പയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ഫാത്തിമ സംസാരിക്കുന്നു. ഫാത്തിമ സംസാരിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മറുപടി കേൾക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്. പൊന്നുമോളെ, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്കും ഇഷ്ടമല്ലേ? ഒറ്റ ചോദ്യമാണ്. എൻ്റെ ഇഷ്ടം, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിനക്കും ഇഷ്ടമല്ലേ മോളെ? മോളെന്ത് പറയണം? ഫഖാലത്ത് ബല. ഓ, വല്ല സംശയമുണ്ടോ ഉപ്പായിൽ? അങ്ങേക്ക് ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമാണെന്ന കാര്യത്തിൽ വല്ല സംശയവുമുണ്ടോ ഉപ്പ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത മറുപടി, ഫഅഹിബ്ബഹാ ഫഇന്നഹാ ഹബീബതു അബീക്. അതുകൊണ്ട് മോളെ, നീ ആയിഷയെ ഇഷ്ടപ്പെടണം, കാരണം അവൾ നിന്റെ പിതാവിൻ്റെ ഇഷ്ടഭാജനമാണ്. സുബ്ഹാനല്ലാഹ്, എന്താ സ്നേഹം! സ്നേഹത്തിൻ്റെ ശക്തി നോക്കൂ, സ്നേഹത്തിൻ്റെ ശക്തി നോക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട പുരുഷന്മാരെ, ആണുങ്ങളാണെങ്കിൽ ചെയ്യേണ്ടത് സ്വന്തം ഇണയോട് പറയാൻ സാധിക്കണം, ഐ ലവ് യു. വേറെ പലരോടും പറയും. അവളോടോ ഓളത്ത് ചെന്നാൽ ഭയങ്കരമായി ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലാണ്. മൂപ്പർക്ക് സ്നേഹം അറിയില്ല, സന്തോഷം അറിയില്ല, ചിരിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയാലോ കാണുന്ന സകല പെൺകുട്ടികളോട് മൂപ്പര് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചു തരണേ? നിങ്ങൾ സ്വന്തം ഇണയോട് പറയണം ആ വാചകം. അതിനെ ആവർത്തിക്കണ്ടല്ലോ, അത്ര സുഖമുള്ളൊരു വാചകമല്ലല്ലോ. അതുകൊണ്ട് സ്വന്തം ഇണയോട് പറയാൻ സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറിഞ്ഞോ, തൻ്റെ ഇണയുടെ മനസ്സിനെ റാഞ്ചിയെടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ദീന. ഇത് ഞാൻ പറയുന്നത് വെറും ഒരു റൊമാൻറ്റിക് ലൈഫിനെ കുറിച്ചല്ല, ഇത് ദീനായി പറയുന്നത് മതമാണിത്. അള്ളാഹിൻ്റെ റസൂല് നമുക്കിങ്ങനെ ജീവിച്ച ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നിടത്ത് മാത്രമല്ല എന്ത് മാതൃകയുള്ളത്, ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറയുക ഇണയോട്, എനിക്ക് നിന്നെ സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്, എനിക്ക് നിന്നെ എന്നൊന്നും പറയണ്ട. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം ഏതാണോ അവളെ വിളിക്കാൻ അത് വിളിച്ചോ, ഒരു കുഴപ്പമില്ല. എത്ര മനസ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന എത്ര ശക്തിയുള്ള പദം വിളിക്കാൻ പറ്റുമോ അത് വിളിച്ചോ. വെറുപ്പോടെയല്ല, സന്തോഷത്തോടെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അതാണ് യഥാർത്ഥ. നിങ്ങൾ എത്ര നല്ല സാരി വാങ്ങിക്കൊടുത്തിട്ടും കാര്യമല്ല, എത്ര നല്ല മുന്തിയ പർദ്ദ വാങ്ങിക്കൊടുത്തിട്ടും കാര്യമല്ല. മനസ്സിലായില്ലേ? കൊടുക്കേണ്ടത് കൊടുക്കണം. കൊടുക്കേണ്ടത് എന്താണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇണകളോട് യുലാത്തിഫു സൗജതഹു വയുമാസിഹുഹ എന്നാണ്, വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറുക. അവരോട് ഇടപഴകും, തമാശ പറയും, ഇഷ്ടപ്പെടുത്തും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സോഫ്റ്റ്, ലുത്തുഫ് എന്ന് പറഞ്ഞ, ലത്തീഫ് എന്ന് അള്ളാഹിൻ്റെ സിഫത്ത് പേര് നിങ്ങൾക്ക് അറിയാലോ, അൽ ലത്തീഫ്. എന്താണെന്നറിയോ? അള്ളാഹിനെ പോലെ സോഫ്റ്റായ ഫിനിഷിംഗ് ഉള്ള വേറൊരാളുണ്ടോ? അള്ളൊരു സാധനം ഉണ്ടാക്കിയതിന് ഒരു കുറവ് പറയാൻ ആർക്കും സാധിക്കും. അതാണ് ലത്തീഫ്. ഫിനിഷിംഗ് എന്നൊക്കെ നമ്മൾ പറയാൻ, ഇത് ജപ്പാനിൽ ഉണ്ടാക്കിയ സാധനമല്ല, ഇതിന് മറ്റേതോ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ നമ്മൾ പറയാം ഇത് അതിന് അവിടെ കേട് ഇവിടെ കേട്, ഒരു ഫിനിഷിങ്. അതാണ് എന്ത്? ലുത്തുഫ്. നമുക്കതിന് സാധിക്കണം. ഒരു ജപ്പാൻ മെയ്ഡായിരിക്കണം ആര്? നമ്മൾ അവളുടെ മുമ്പിൽ. ഇന്ത്യൻ മെയ്ഡാകരുത് എന്നർത്ഥം. ഒരു ജപ്പാൻ മെയ്ഡ് എന്ന് വെച്ചാൽ ഒരു കുറവ്, മഷിയിട്ട് തിരഞ്ഞു നോക്കാന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ പണ്ട്. ആ മാതിരി അവൾ തിരഞ്ഞു നോക്കിയാൽ ഒരു കുറവ് ജീവിതത്തിൽ കാണാത്ത വിധം നമുക്ക് ലുത്തുഫ് കാണിക്കാൻ സാധിക്കും. കുറവുണ്ടാവില്ല എന്നല്ല, എന്ത് കുറവും ഒരു സ്ത്രീ സഹിക്കും. എന്ത് കുറവും ഒരു സ്ത്രീയുടെ മനസ്സങ്ങനെ. ഞാൻ അങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എൻ്റെ ഒരു വളരെ അടുത്ത ഒരു സഹോദരിയെ വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു സംഗതി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ത് എന്ന് ചോദിച്ചു. ഏറ്റവും ഒന്നാമത്തെ കാര്യം അത് യഥാർത്ഥ സഹോദരന്മാരെ ഇതാണ്, ഞാൻ നേരത്തെ ഒന്നാമതായി പറഞ്ഞ കാര്യമാണ്. അതുണ്ടെങ്കിലോ എന്ത് നമ്മുടെ കുറവും അവരെന്താക്കും? സഹിക്കും. നമ്മൾ ആലോചിക്കുക, എന്തൊക്കെ നമ്മുടെ കുറവുകൾ അവർ പേറുന്നുണ്ട്, സഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞതും കൂടി ഉണ്ടെങ്കിലോ, ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയാലോ എന്ത് കുറവ് പെണ്ണുങ്ങൾ സഹിക്കും. കാരണം അള്ളാഹു അവരെ സൃഷ്ടിച്ചത് ആ കോലത്തിലാണ്. അങ്ങനെ ക്ഷമിക്കാനുള്ള വല്ലാത്ത ഒരു വലിയ മനസ്സ് കൊടുത്താണ് അള്ളാഹു തആല ആരെ സൃഷ്ടിച്ചത്? സ്ത്രീകളെ സൃഷ്ടിച്ചത്. അതെ, ക്ഷമിക്കാനുള്ള, എല്ലാം സഹിക്കാനുള്ള, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വിഭവമായാണ്, ഒരു ചരക്കായാണ്. ഖുർആന്റെ റസൂലുള്ളാഹിന്റെ ഭാഷയാണ് അദ്ദുനിയാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സാലിഹ. ദുനിയാവ് ചരക്കാണ്. ദുനിയാവിൽ ഏറ്റവും നല്ല ചരക്ക് നല്ല പെണ്ണ, സാലിഹത്തായ പെണ്ണ. അപ്പോൾ ലുത്തുഫ് കാണിക്കാൻ സാധിക്കണം. ഭയങ്കരമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കരമായ സ്ട്രോങ് ആയി നിൽക്കുകയല്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെപ്പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു വീട്ടിൽ റസൂല്? അതാണല്ലോ ചോദിക്കണ്ടേ, അല്ലേ? വീട്ടിൽ മൂപ്പര് അവസ്ഥ എന്താ, എങ്ങനെയാണ് മൂപ്പര് എന്നാണല്ലോ ചോദിക്കേണ്ടത് നമ്മളെക്കുറിച്ച് അറിയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചു, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെ അവസ്ഥ? ആയിഷ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഹാകൻ വബസ്സാമ. ദഹാകൻ വബസ്സാമൻ. ദഹിക എന്ന് പറഞ്ഞാൽ ചിരിയാണ്. ബസമ ഇബ്തസമ ബാസിം എന്നൊക്കെ പറഞ്ഞാലും ചിരിക്കുന്നവനാണ്, ചിരിയാണ്. പക്ഷേ അറബിയിൽ രണ്ട് ചിരിയും വ്യത്യാസമാണ്. എല്ലാ സന്തോഷങ്ങളും ഉൾക്കൊണ്ട ചിരിയായി. ഇബ്തസമ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, മുഖത്ത് ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയും. ദഹിക്ക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചിരിയും. നമുക്ക് ചില ആൾക്കാരെ കണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയല്ലോ, മുമ്പര് നല്ല ചിരിക്കണമെന്ന് പറയല്ലോ, അങ്ങനത്തെ ചിരിയല്ല. ദഹാകൻ വബത്തിസാമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെ ശരിയാണ്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. പ്രശ്നം പേറാണാണല്ലോ പുരുഷനെ സൃഷ്ടിച്ചത്, അല്ലേ? എനിക്കിപ്പോൾ അങ്ങനെ ചിരിക്കാൻ കഴിയുമോ? എല്ലാ സമയത്തും ഞാനിങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളോ ആയിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്. അപ്പോൾ അവളെന്തിനാണ് ഇങ്ങനെ, ഞാൻ അങ്ങനെ മൂന്ത കറുപ്പിച്ചു എന്ന് വിചാരിച്ചു അവളെന്തിനാ മൂന്ത കറുപ്പിക്കണമെന്നാ ചോദിക്കല്. എന്താ മൂപ്പർക്ക് മുഖമൊക്കെ കറുപ്പിച്ച് എന്തും ചെയ്യാം, തിരിച്ചെന്ത് പാടില്ല? കണ്ണാടി മാറ്റേണ്ടി വരും. നമ്മൾ കണ്ണ് നോക്കണ മിററില്ലേ, മുഖം നോക്കണേ മാറ്റേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ സൃഷ്ടിച്ചത് എന്തിനാ? പേറാനാണ്, ഭാരങ്ങൾ പേറാനാണ്, ഉത്തരവാദിത്തങ്ങൾ പേറാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم. നമുക്ക് സാധാരണ അറിയുന്ന ആയത്തല്ലേ, നമ്മൾ പലപ്പോഴും സ്ത്രീകളുടെ മുമ്പിൽ ഓതാറുണ്ടല്ലോ. അള്ളാഹു റസൂൽ പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത് الرجال قوامون على النساء, ഞാൻ നിന്നെ ഭരിക്കും, ഞാൻ പറഞ്ഞത് നീ കേട്ടോ, അനുസരിച്ചോ. നമ്മൾ വിചാരം അതാണ് ഖവ്വാമൂന. അല്ല, ഖവ്വാമൂൻ എന്താന്ന് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദുഹും അലാ ബഅദ്.
പുരുഷ, സ്ത്രീക്ക് നൽകാത്ത ശാരീരികമായ ഒരുപാട് സവിശേഷതകളും ഗുണങ്ങളും ആക്റ്റീവ് ആകാനുള്ള പലതരം പ്രോഗ്രാമുകളും നിന്നിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച പുരുഷനെ എന്താകാൻ പാടുള്ളൂ? ഖവ്വാമാകാൻ പാടുള്ളൂ. അതാണ് ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അല. രണ്ടോ വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു. അപ്പൊ അധ്വാനിക്കണം, സമ്പത്തുണ്ടാക്കണം, ജോലി ചെയ്യണം, ഗൾഫ് പോകേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. എന്നാലേ എന്താവുള്ളൂ? പുരുഷനാവുള്ളൂ. അവനാണെന്ത്? പുരുഷൻ. അല്ലാതെ ഒരു ജോലി ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുക. നമ്മളെ നാട്ടിലൊക്കെ കാണാൻ ചില കുടുംബത്തിലൊക്കെ പെണ്ണുങ്ങൾ പണിക്ക് പോകും, ആണുങ്ങളോ ഓലിങ്ങനെ വല്ല അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ പീഡിയക്കോലായിൽ, അങ്ങാടിയിൽ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. ഇവന് ഖവ്വാമൂന എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. ഖവ്വാമൂന ആരാ? നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പ്രയാസപ്പെട്ട ഈ പ്രവാസ ലോകത്ത് ദുബായിൽ വന്നത്. വല്ല ഇഷ്ടം ഉണ്ടായിട്ടാ? അല്ലല്ലോ. ഇഷ്ടമുണ്ടായിട്ട് വന്നതാ? അല്ല. പ്രയാസത്തോടു കൂടെ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണവരും വളരെ കുറച്ച് ആൾക്കാരാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് നമുക്ക് സമാധാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ റിസ്ക് അല്ലാഹു വെതറിയത് ഇവിടെയാണ്. നമ്മൾ പോയി പൊറുക്കല്ലാതെ നിവൃത്തിയില്ല, പൊറുക്കിയെടുക്കണം. ആ പൊറുക്കാൻ നമുക്ക് വിസമ്മതം പാടില്ല. അങ്ങനെയാണ് പുരുഷനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങളെ പുരുഷൻ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. എന്നിട്ട് പ്രകടിപ്പിക്കണം. എന്ത്? ചിരിക്കണം, പുഞ്ചിരിക്കണം, അങ്ങനെയൊക്കെ ആകണം. അതാണ് യഥാർത്ഥത്തിലുള്ള രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അതാണ് പുരുഷത്വവും. നേരെ മറിച്ച് അങ്ങാടിയിലൊക്കെ ചെന്നാൽ, സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചെന്നാൽ നമ്മളെന്താ, ഹായ് പുള്ളി ഭയങ്കര വിറ്റൊക്കെ അടിച്ച് എന്താ കേൾക്കണ്ടേ, പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ എന്തൊരു രസമാണ്, ടൈം പാസിങ്ങിന് ഓനെ കിട്ടണം എന്നാ പറയാം. വീട്ടിൽ ചെന്നാലോ, വീട്ടിൽ ചെന്നാൽ മൂപ്പര് ഭയങ്കര ഗൗരവത്തിൽ സംസാരിച്ചുകൂടാ, കുട്ടികളെ കണ്ടുകൂടാ, കുട്ടികളെ മുമ്പിൽ ചെന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ്. ഇതൊന്നും പറ്റൂല. ഇതൊന്നും ജീവിതമല്ല. പുരുഷനാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതി അതാണ്. അറിയില്ലേ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുമായി നടത്തിയ ഓട്ടപ്പന്തയ മത്സരം? ആയിഷ റളിയല്ലാഹു അൻഹായുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിലാണ്. സാധാരണ യാത്ര പോകുമ്പോൾ നബി ഇങ്ങനെ നറുക്കിടും. നറുക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ ഭാര്യമാരെയും പേരെഴുതിയിട്ടൊരു നറുക്കിടും. എന്നിട്ട് ആർക്കാണോ കിട്ടുന്നത് അവരാണെന്ത് പോവുക, യാത്രയിൽ പോവുക. ആ പ്രാവശ്യം ആയിഷ റളിയല്ലാഹുവിനാണ് കിട്ടിയത്. ആയിഷ റളിയല്ലാഹുവിനായിട്ട് നബി ഇങ്ങനെ പോവുകയാണ്. അന്ന് ആയിഷ ചെറിയൊരു കുട്ടിയാണ്, വല്ലാണ്ടൊന്നും പ്രായമായിട്ടില്ല. ആ സന്ദർഭമാണ്. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒട്ടകപ്പുറത്തും നടന്നുമൊക്കെയുള്ള യാത്ര. അങ്ങനെ സമൂഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ കുറേ എത്തിയപ്പോൾ നബി സമൂഹത്തോട് പറഞ്ഞു, സഹാബികളൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ കുറച്ച് മുമ്പ് പോയിക്കോളി, ഞങ്ങളൊന്ന് വരാം. അതാണ് ജീവിതം. അങ്ങനെയൊക്കെയാണ്. കുറച്ചൊറ്റയ്ക്ക് ജീവിക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ഒന്ന് അടുക്കി, നമ്മൾ വരാം. ആരാ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും ആയിഷയും. അങ്ങനെ അവരൊക്കെ മുമ്പോട്ട് പോയി. കുറേ കണ്ണ് കാണാത്ത ദൂരത്തെത്തി. ഇങ്ങോട്ട് നോക്കിയാൽ തിരിച്ചു കാണൂല എന്നുള്ള ദൂരത്തെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, അയാ ആയിഷ തുസാബിഖീനനി, ആയിഷ നീ എന്നോട് മത്സരിക്കാനുണ്ടോ, ഓട്ടപ്പന്തയത്തിനുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്താ ചോദ്യം! മരുഭൂമിയിലെ ഓട്ടപ്പന്തയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിക്കണേ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അതാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇണയോട് ചോദിക്കുന്നു, നീ ഉണ്ടോ? നമ്മളൊന്ന് ഓടി നോക്കുക, ആരാ ജയിക്കാൻ? നമുക്ക് നേരെ ചോദിക്കാൻ തോന്നിയണോ? അതൊന്നും ചോദിച്ചുകൂടാ, അങ്ങനെ ഒന്നും ആയിക്കൂടാ. ആയിഷ പറഞ്ഞു റെഡി. അങ്ങനെ അവർ രണ്ടുപേരും തസാബഖ, ഓടി. ആലോചിച്ച് നോക്കൂ, അതൊരു സംഭവമല്ലേ. ജയിച്ചതാര് തോറ്റതാര് എന്നുള്ള വിഷയം. ഓടി. ചരിത്രം നിങ്ങൾക്ക് അറിയണ്ടാവും. എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എന്ന് പറയുന്നത്, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോ അല്ലേ. എന്താ സംഭവിച്ചത്? ആ പ്രാവശ്യം ഒരു തോൽവിയുണ്ടായി. സ്വാഭാവികമാണ്, ചെറിയ കുട്ടിയല്ലേ, തോറ്റുപോകും. പിന്നെ ഇതേമാതിരി മറ്റൊരു സംഭവം ഉണ്ടാകുകയാണ്. അന്ന് ആയിഷ കുറച്ച് തടിച്ച് കൊഴുത്തൊക്കെ ചെയ്ത് ഉഷാറായിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്ന് കുറച്ച് തിന്നും കുടിച്ചൊക്കെ ചെയ്ത് തിന്നാൻ കിട്ടണമൊക്കെ കുടിച്ച് ഉഷാറായിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ആയിഷ നബിയോട് ചോദിക്കുക, കണ്ടോ നമുക്കൊന്ന് ഓടി വെക്കല്ലേ? ഇങ്ങോട്ടൊരു ചോദ്യം. ഓടുകയാണ്. റെഡി. നബി ഓടി. നമ്മൾ റെഡി ഓടാൻ. നബി തോറ്റു. അപ്പം പറഞ്ഞു, ഇത് അന്നത്തേന് പകരമാണ്. ആലോചിച്ച് നോക്കുക, എന്താ ജീവിതം! ഇതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ഇതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീട്ടിനകത്ത് നമ്മൾ ആരാ?
വീട്ടിനകത്ത് നമ്മൾ ഇണയാണ്. പുറത്ത് ഞാൻ വലിയ ഡോക്ടറായിരിക്കും, എൻജിനീയറായിരിക്കും, മാനേജറായിരിക്കും, വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. പക്ഷേ വീട്ടിൻ്റെ അകത്ത് നിന്നാണ്ട് നിങ്ങൾ എന്താണ്ട, ഡോക്ടറാകണ്ട, എൻജിനീയർ ആകണ്ട, ഉദ്യോഗസ്ഥനാകണ്ട, വക്കീലാകണ്ട, പോലീസാകണ്ട. മനസ്സിലായി? അവിടെ നിങ്ങളാകേണ്ടതാരാ? സൗജ്. ഖുർആന്റെ പ്രയോഗം അതാണ്, സൗജ്. എന്താ സൗജ് എന്ന് പറഞ്ഞാൽ? ഇണ. ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത സാധനമാകണം സൗജ്. ഒരു വ്യത്യാസവും പാടില്ല. ശരിയാ, ചിലപ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാവും അന്ന് ഇതൊന്നും നോക്കിയില്ല, ഇപ്പം തോന്നുന്നുണ്ടാവും ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണല്ലോ, അവളൊരു SLC ഒക്കെ ഉള്ളൂ, അപ്പോൾ ഇതെനിക്ക് മനസ്സിലാവില്ല എന്നാ. എന്താണിക്ക എന്ന് വന്ന് ചോദിച്ചാൽ പോടി, ഇതെനിക്ക് മനസ്സിലാവില്ല. അതൊന്നും പറ്റൂല. കാരണം എന്താ? അവിടെ സൗജാണ്. എന്തല്ല, നീ ഉദ്യോഗസ്ഥനല്ല, നീ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല. ചോദിച്ചാൽ അവൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ കാണും, അവൾക്ക് മനസ്സിലാകുന്ന ഭാഷ. ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെന്താവില്ല, ഇഷ്ടപ്പെടില്ല. കാരണം പെണ്ണിൻ്റെ സ്വഭാവം അതാണ്, പെണ്ണിൻ്റെ പ്രകൃതം അതാണ്. നേരെ മറിച്ച് ഒരു ഹൃദ്യമായ ഭാഷയിൽ ഇതിങ്ങനൊരു സംഭവമാണ്, നമ്മളെ ഓഫീസിൽ ഇങ്ങനൊരു സംഗതിയുണ്ട്, അതിൻ്റെ ഒരു ഭാഗമായ മതി, തൃപ്തിയായി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് പടക്കമോ അതിൻ്റെ പേരിൽ സൗന്ദര്യപ്പടക്കമോ മുണ്ടാതിരിക്കലോ ഒന്നും സംഭവിക്കൂല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീട്ടിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നമുക്ക് ആകാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ പറഞ്ഞ ഒരു വാചകവും കൂടി കേട്ടോ. കാന അഫ്ഖഹുന്നാസ്. ഫുക്കാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫലിതം വിറ്റ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. എവിടെ? വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കരമായി വിറ്റ് പറയാറുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പം ജനങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? സ്വന്തം കുടുംബത്തെയാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ വീട്ടിൽ സഹായിക്കുകയാണ്. വീട്ടിൽ ഭയങ്കര പ്രയാസം, പണികൾ കുറേ അധികം, പ്രശ്നങ്ങൾ, വിരുന്നുകാർ വന്നു, ആകെ പ്രശ്നം. അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അവളെന്തെങ്കിലും ആകട്ടെ, അവൾ പേറിക്കോട്ടെ, അത് പറ്റൂല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയതമ വിവരിക്കുന്നു. കാന ഫീ മിഹ്നതി ഇയാലിഹി കാന യുഖീതു സൗബഹു വയഖ്സിഫു നഅലഹു വയർഖഉ ദൽവഹു വയഫ്ലി സൗബഹു വയഹ്ലിബു ഷാതഹു വയഖ്ദിമു നഫ്സഹു. ഒക്കെ എല്ലാം ഇനി ബാക്കിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ സഹായിക്കുമായിരുന്നു. യഖീതു സൗബഹു, കുപ്പായം തുന്നുമായിരുന്നു. എവിടെയും കീറിയാലേ ഇതൊന്ന് തുന്നിക്കാണിക്കാനാണ് കണ്ടു കൊടുക്കല്ല, നമ്മളൊന്ന് തുന്നി നോക്കുക. സൂചിൻ്റെ ഓട്ടി കൂടെ നമ്മളൊന്ന് നൂലിട്ട് നോക്കുക, കീറുമെന്ന് നോക്കാലോ. അതിനൊരു ക്ഷമ തന്നെ വേണം. കൊണ്ട് തന്നെയാണ് അത് ചെയ്തു നോക്കിയത്. എങ്ങനെയാണ് മനസ്സിലായേ? അങ്ങനെ അദ്ദേഹം ചെരുപ്പിൻ്റെ സ്ട്രാപ്പൊക്കെ ഒന്ന് പൊട്ടിയാൽ നമ്മളും ഒന്ന് ശരിയാക്കി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബക്കറ്റ്, വെള്ളം കോരുന്ന തോൽപാത്രം അദ്ദേഹം എടുത്ത് വൃത്തിയാക്കും. അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹം കഴുകി വൃത്തിയാക്കും. അദ്ദേഹത്തിൻ്റെ ആടിനെ അദ്ദേഹം കറക്കും. അല്ലാഹ്, ഇതായിരുന്നു ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ ചെയ്യും. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, ഫഇദാ ഹദറത്തിസ് സ്വലാ ഖാമ ഇലസ്സലാഹ്. അത് മറന്നുകൊണ്ടാന്നർത്ഥം. നിസ്കാരം എന്ന് കേട്ടാലോ നബി ഉടനെ ചെയ്യണ പണി അവിടെ വെച്ചിട്ട് നിസ്കരിക്കാൻ പോകും. ഓഫായി. വീടാകുന്ന കമ്പനി എന്താക്കി? സ്വിച്ച് ഓഫ് ചെയ്തു, നേരെ നിസ്കാരത്തിലേക്കാ. ഇതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ആരാകണം? നമ്മൾ അടുക്കളയിൽ ചെന്ന് പ്ലേറ്റ് ഒന്ന് കഴുകി കൊടുക്കണം. പ്ലേറ്റ് കഴുകിയാൽ നമ്മളാരും എഞ്ചിനീയർ അല്ലാതാവില്ല. മനസ്സിലായില്ലേ? ഒന്നും സംഭവിക്കൂല. ഇടയ്ക്കൊരു ഭക്ഷണം, ഇന്ന് ഞാനൊന്ന് കുക്ക് ചെയ്യാന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചെയ്യണ്ട. ചെയ്താൽ ചിലപ്പോൾ തിന്നാനും പറ്റൂല. മനസ്സിലായില്ലേ? പക്ഷേ എന്നാലും അത് പറയാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമല്ലോ. ഞാനൊന്ന് കുക്ക് ചെയ്യുന്ന എൻ്റെ ഒന്ന് സാമ്പിൾ നോക്കുമെന്ന് പറയാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരല്ല. അതൊന്നും സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ കേൾക്കണോ, ഒന്ന് കേട് വന്നാലും അവൾ സഹിക്കും, നമ്മൾ സഹിക്കൂല, അത് വേറെ വിഷയം. നമ്മളൊന്ന് കുക്ക് ചെയ്തു നിൽക്കുക, ലേശം ഉപ്പ് കൂടി, നിങ്ങളൊന്ന് തിന്നുമ്പോൾ ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട്? ഗംഭീരമായിന്നാ കേൾക്കുക. നേരെ തിരിച്ചോ, അവരിങ്ങനെ നന്നായി നോമ്പൊക്കെ നോറ്റ് കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ പള്ളിയിൽ നിസ്കരിച്ച് നോമ്പ് പോയിട്ട് തറാവി ഒക്കെ നമുക്ക് ദിക്റും ദുആ ഒക്കെ നമുക്കുണ്ട്. അവർക്കോ ഇതൊന്നുമില്ല. അത് അടുക്കളയിലാണല്ലോ അല്ലേ? ഉച്ച മുതൽ കയറിയത് അങ്ങോട്ട് അടുക്കളയൊക്കെ. എന്താ എത്ര എണ്ണ ഉണ്ടാക്കണം ഇപ്പോൾ അല്ലേ?
അങ്ങനെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവളിങ്ങനെ കൊതിക്കും. എന്ത്, ഇയാളൊരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ എന്ന് കൊതിച്ചു പോവും. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തെങ്കിൽ, ഹായ് ഈ ഉന്നക്കായി എന്താ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ടെങ്കിലും നമ്മൾ പറയില്ല അത് രസമുണ്ട്. ഇത് പറ്റൂല കൂട്ടരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥയിലും നമുക്കുണ്ടാകണം. അവരായിരിക്കണം നാം. അതാണല്ലോ യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്നത്. അതാണ് 3. 4-മത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന സൗജൻ വഫിയൻ മഅ സൗജതിഹി. വഫിയ് എന്നൊരു പദം ഖുർആനിലുണ്ട്, അറബിയിലുണ്ട്. ഞാൻ അതിൻ്റെ മലയാളം തിരഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ, ഒരു കാലത്തും അവളോടുള്ള കൂറ് മറക്കാത്തവൾ. ഒരു കാലത്തും എന്ത് സംഭവിച്ചാലും ശരി. ഞാൻ ഒരുപാട് കഥ ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കഥയും കൂടി പറയാൻ നമുക്ക് സമയമില്ലല്ലോ. എത്രയെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായി അവസാനം ഡൈവേഴ്സിലെത്തി എന്ന് വെക്കുക, സങ്കല്പിക്കുക, അങ്ങനെ എത്തിയെന്ന് വിചാരിക്കുക. എന്നാൽ പോലും എന്ന പെണ്ണിനെക്കുറിച്ച് പറയാൻ നമുക്ക് അവകാശമല്ല. മനസ്സിലായി? എത്ര സംഭവ സലഫുകളുടെ ജീവിതത്തിൽ നിന്നോ ഭയങ്കര പ്രതിസന്ധി ഉണ്ടായ ഒരു താബിഈയുടെ ജീവിതം. അദ്ദേഹത്തോട് ആളുകൾ വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം, എന്താ നിങ്ങളെ വിഷയം? ഒന്നുമില്ല, അങ്ങനെ പ്രശ്നമില്ല. അല്ല, അവളുടെ കുഴപ്പമെന്താ? അവൾക്കൊരു കുഴപ്പമില്ലല്ലോ. പറയേണ്ടടുത്ത് പറയാം, അല്ലാത്തടത്ത് എന്താക്കരുത്, പറയരുത്. ശരി, അങ്ങനെയൊക്കെ ആയി അവസാനം തലാക്ക് കഴിഞ്ഞു, ഡൈവേഴ്സ് ചെയ്തു. എന്നിട്ട് ഇനി നിങ്ങളൊന്ന് പറയും, എന്താ അവളെ പ്രശ്നം? ഇനി എന്തിനാ ഞാൻ പറയണത്? അവൾ എൻ്റെതല്ലല്ലോ. ഇപ്പോൾ എൻ്റെതല്ലാത്തൊരു സാധനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയണം. ഇതാണെന്ത് ഇസ്ലാം. മുസ്ലിം ഇതായിരിക്കണം. കൂറ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വഫീ എന്നൊക്കെ അതിന് അങ്ങനെ പറയാം. എന്ന് വെച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ വഫാത്തായ മരണപ്പെട്ട ഭാര്യയാണ് ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. എന്തായിരുന്നു അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. ഖദീജ ബീവിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്മരിക്കാത്ത, ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. ആ സ്നേഹത്തിൻ്റെ ശക്തി ഭയങ്കരമായി. വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാൽ ഒരോഹരി. ഏട്ടാ ഇത് ഖദീജക്ക് ഇഷ്ടമുള്ള 1-2 ആളുകളുണ്ട്, അയൽവാസികൾക്ക് കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. അതല്ലേ നമ്മൾ മാതാപിതാക്കളോടുള്ള കൂറ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എന്ത്, നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. അവർ മരിച്ചു എന്ന് വെക്കുക, മരിച്ചു, മാതാപിതാക്കളില്ല, നോ മോർ, ഇനി എനിക്ക് യാതൊരു പണിയില്ല എന്നല്ല. അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നേഹിതന്മാരുണ്ടാവും, അവരെ ചെന്ന് കാണണം നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ, അല്ലേ? എന്നിട്ടൊരു അത്തറിൻ്റെ കുപ്പിയൊക്കെ ഒന്ന് കൊടുത്തു നോക്കി, എന്തേ നിങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ചുരുങ്ങിയത് കൂട്ടരെ ഉപ്പാക്ക് വേണ്ടി നല്ലൊരു ദുആ കിട്ടും അവിടുന്ന്. നമുക്കെന്താ ചിലവ്? 2 ദിർഹം, അല്ലേ? ഈ ഒരു സ്വഭാവം കുടുംബ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതായിരുന്നു. ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്മരിച്ചത് ഖദീജയെക്കുറിച്ചായിരുന്നു. എത്ര എന്ന് ചോദിച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹാക്ക് അറിയാലോ ആയിഷയോടാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. എന്നിട്ട് പോലും ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഭയങ്കരമായി ദേഷ്യപ്പെട്ടു നബിനോട്. എന്താ? ഈ ഖദീജനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ആയിഷ തന്നെ പറയാ, ഈ പെണ്ണല്ലാതെ വേറൊരു പെണ്ണും ഉണ്ടായില്ലേ ലോകത്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവളെ കുറിച്ച്. അങ്ങനെ പറയണം, അങ്ങനെ ഇഷ്ടപ്പെടണം, അങ്ങനെ സ്മരിക്കണം, അങ്ങനെ കൂറ് വേണം. എന്താ കാര്യം? നിങ്ങൾക്കറിയാലോ ഖദീജയെക്കുറിച്ച്. ഖദീജ ജീവിച്ചിരിക്കുമ്പോൾ നബി ഒരൊറ്റ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ഉണ്ടോ? 2, നബിയുടെ മുഴുവൻ മക്കളെയും പ്രസവിച്ചു കൊടുത്തതാരാ? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഒരു സംഭവമാണ്. എൻ്റെ മക്കളെ പ്രസവിച്ച പെണ്ണിനോട് കൂറ് വേണം എന്ന് ഞാൻ അധികം പറയണോ? എന്താണ് ആ പ്രസവം എന്ന് പറഞ്ഞാൽ? ഖുർആൻ അതിങ്ങനെ പഠിപ്പിച്ചിരുന്നില്ല എന്താ പ്രസവം എന്ന്. നിങ്ങൾക്ക് സയൻസ് ഒന്നും പറഞ്ഞില്ല, ശാസ്ത്രം പ്രസവിക്കണ ബുദ്ധിമുട്ടും പ്രയാസവും അതിൻ്റെ രീതിയൊന്നും ശാസ്ത്രം പറയണ്ടല്ലോ. ഖുർആൻ എത്ര മനോഹരമായ പറഞ്ഞു തന്നത്, എന്ത് രസകരമായാണ്, അല്ലേ?
അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ പ്രസവിച്ചവൾ അവൾ എത്ര മോശക്കാരിയായാലും നിങ്ങളോടൊന്ന് കയർത്തു എന്ന് വെക്കുക, ദേഷ്യപ്പെട്ടു എന്ന് വെക്കുക, ശാരീരികമായ അവളുടെ ചില സന്ദർഭങ്ങളിൽ അവൾക്കുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കാരണം ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടു എന്ന് വന്നേക്കാം, നിങ്ങളോടൊന്ന് മുഖം കറുപ്പിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ക്ഷമിച്ചോ, കാരണം നിന്റെ മക്കളെ പ്രസവിച്ച പാത്രമുള്ളത് ആരെടുത്താ? അവളെടുത്ത. ആ ഒരു കൂറാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ഗിർതു അല ഇംറഅത്തിൻ മാ ഗിർതു അല ഖദീജ. ഖദീജയോട് വെറുപ്പ് കാണിച്ച മാതിരി, ഗീറത്ത് എന്ന് പറഞ്ഞാൽ വേറെ പദമല്ല കേട്ടോ, മലയാളത്തിൽ വെറുപ്പ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊരു തരം ഈ എന്താണ്, ഈ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സൗന്ദര്യം മുറ്റി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ നേരെ വിപരീതമായ അവസ്ഥ. വെറുപ്പ് എന്നൊന്നും അതിന് പറഞ്ഞുകൂടാ. കാരണം എന്താ, കുറച്ച് ദിവസം നമ്മളൊന്നും ഇങ്ങനെ തലോടിയാൽ മാറുന്നതാണ്. അതിന് വെറുപ്പ് എന്ന് പറയില്ലല്ലോ. അതാണ് എന്ത്, ഗീറത്ത് എന്ന്. വേറെ മലയാളത്തിലൊരു പദം കാണാനില്ല. ഏത്, നമ്മളോടൊരു ചെറിയ അങ്ങനെ ഒരു എന്താ പറയുക, സൗന്ദര്യപ്പണക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഖദീജയോളം വേറെ ആരോടും എനിക്കൊരു സൗന്ദര്യപ്പണക്കം തോന്നിയിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ആയിഷ അല്ല, എപ്പോ ഖദീജ ഉള്ളപ്പോൾ ആരില്ല? ആയിഷ അല്ല. എന്നിട്ട് പോലും ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂറ് കാണിച്ചു സ്വന്തം ഇണകളോട്. നമുക്ക് സാധിക്കണം കൂറ് കാണിക്കാൻ. എന്തുകൊണ്ട്? നമ്മുടെ മക്കളെ പ്രസവിച്ചവരായതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയോട് അതല്ലാത്ത ഒരുപാട് ബാധ്യതകളുണ്ടായിരുന്നു, അല്ലേ? എല്ലാ നിലക്കും റസൂലുള്ളാഹിനെ ഒപ്പം നിന്ന് സഹായിച്ച് എല്ലാ നിലക്കും ചെയ്തതാരാ? അപ്പോൾ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും, എന്നോട് ഞാനിത് പറയുമ്പോൾ ചില പുരുഷന്മാർ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, ഓ അതിന് എൻ്റെ ഓള് ഖദീജൻ്റെ മാതിരി ഒന്നും അല്ലല്ലോ. ശരി, ആകെ കൂട്ടരെ, ഖദീജ റളിയല്ലാഹു അൻഹ എവിടെ കിടക്കണ്? നമ്മളെവിടെ കിടക്കണ്? ഖദീജൻ്റെ മാതിരിയാകാൻ ഓളെ ബാപ്പയോ അല്ലെങ്കിൽ നമ്മളോ അവളെ വളർത്തിയണോ? ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ആകണം എന്നിങ്ങനെ വേറെ ദൂരെ ഇരുന്ന് ഇങ്ങനെ കൊതിച്ചിട്ട് കാര്യമുണ്ടോ? ഇതെന്താ കൊശവൻ ഇങ്ങനെ ഉണ്ടാക്കണ വല്ല ചട്ടിങ്കലുവാ? അല്ലല്ലോ. സാഹചര്യം ഉണ്ടാക്കണം, സന്ദർഭം ഉണ്ടാക്കണം, അവസരം ഉണ്ടാക്കണം. എന്നിട്ട് പറയും, എന്നിട്ട് ഖദീജ ആയിട്ടില്ലെങ്കിൽ പറയ് അവളോട് ഇത് ശരിയല്ല കേട്ടോ എന്ന്. അവസരവും സന്ദർഭവും നൽകാതെ, സാഹചര്യം നൽകാതെ, പഠിപ്പിച്ചു കൊടുക്കാതെ, ദീൻ മനസ്സിലാക്കാനുള്ള അവസരം നൽകാതെ, സന്ദർഭം നൽകാതെ അടുക്കളയുടെ മൂലയിൽ അടച്ചുപൂട്ടിയിട്ടു, അല്ലേ? എന്നിട്ട് പറയാം എന്ത്, ഓള് ഖദീജയൊന്നുമല്ലല്ലോ. അതല്ല. അപ്പോൾ നമുക്ക് മാറാൻ സാധിക്കണം. അതാണ് പ്രധാനം. അഞ്ചാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തരിമു സൗജതഹു. ഇഹ്തിറാം കാണിക്കും, റെസ്പെക്റ്റ് ചെയ്യും, ബഹുമാനിക്കും. ആരെ? നമ്മൾ മനസ്സിലാക്കി നേരെ തിരിച്ചാൽ നമ്മളെ ഓള് ബഹുമാനിക്കണം എന്നാ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയതോ അവളെ, ഭാര്യയെ, ഇണയെ എന്ത് ചെയ്യണം? പുരുഷൻ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മാ അക്രമൻ നിസാഉ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. പെണ്ണിനെ ബഹുമാനിക്കാൻ മാന്യനെ കഴിയൂ, പെണ്ണിനെ അപമാനിക്കാൻ മാന്യതയില്ലാത്തവനെ സാധിക്കൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അവളെ ഇൻസൾട്ട് ചെയ്താൽ അതല്ല നമ്മൾ ചെയ്യൽ, ബഹുമാനിക്കൽ പോട്ടെ, അല്ലേ? ഈ ആൾക്കാരെ മുമ്പിലിട്ടിട്ട് എന്താക്കും? ശരിയാണ്, അവളുടെ കുടുംബക്കാരായിരിക്കും. ഞാൻ അന്യരെ മുമ്പിലെന്നല്ലോ, എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയാ. പറഞ്ഞുകൂടാ. കാരണം എന്താ? അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ വെച്ച് അവളുടെ ജീവിതത്തിലെ കൂട്ടുകാരൻ അവളെ ബഹുമാനിക്കുന്നു എന്നത് അന്തസ്സോടുകൂടി ഇവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ഉപ്പനോടും ഉമ്മനോടും പറയാൻ കാത്തിരിക്കുമ്പോൾ അവൻ്റെ വക എന്ത് പറ്റുമോ? പറ്റൂല, പാടില്ല. ശരി, നമ്മൾക്ക് പറയാനുള്ള മറുപടി അതാ. വീട്ടിനകത്തല്ലേ, എൻ്റെ ഉപ്പമ്മയും മാത്രമല്ലേ ഉള്ളൂ, അവിടെ വെച്ചല്ലേ ഞാൻ പറഞ്ഞത്, ഈ ചെയ്യണല്ലേ പറഞ്ഞത്. പാടില്ല കൂട്ടരെ. അവിടെ വെച്ച് നിങ്ങൾ അവളെക്കുറിച്ച് നല്ലത് പറയണം. ഓ, ഉപ്പനോട് പറയണം, കണ്ടോ നിങ്ങളെ മോള്, ഉമ്മനോട് പറയണം, നിങ്ങളെ മോള് നല്ല മോളാട്ടോ, എനിക്ക് എന്തൊക്കെ സഹായം ചെയ്തെന്ന് കേട്ടോ. ഒന്നും ചെയ്തെന്നുണ്ടാവില്ല, എന്നാലും പറയാ. എന്താ അറിയോ, അതൊരു ബോണസാ. പിറ്റേ ദിവസം നമുക്ക് പറയാം, നോക്ക് ഇതൊക്കെ ചെയ്തിട്ടും ഞാൻ എന്താ പറഞ്ഞത്, അതുകൊണ്ട് മതി. അതോടുകൂടി എല്ലാ പ്രശ്നവും തീരും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ തയ്യാറല്ല. നമ്മൾ 1-ന് 2, 1 കിട്ടിയാൽ 2 കൊടുക്കും, 2-ന് 4, ഇതാണ്. അല്ല, അതൊന്നും ശരിയായ രീതിയല്ല. നമുക്ക് മാറാൻ സാധിക്കണം. ഈ രൂപത്തിലുള്ളൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കേണ്ടത്.